വ്യോമസേനയെ സംബന്ധിച്ചുള്ള ഒരു വിവരമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അതിൽ സുപ്രധാനമായ 3 വിവരങ്ങൾ ആണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ 2 കാര്യങ്ങൾ ഇലക്ട്രോണിക് വാർഫെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് യുദ്ധമേഖലയിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന മുന്നേറ്റം. മറ്റൊന്ന്, നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റുമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ ഒരു സംഗതി, നമ്മുടെ ദ റേ സ്ട്രൈക്ക് 9 എന്ന പേരിൽ പുതിയൊരു സംഭവം നമ്മുടെ വ്യോമസേനയ്ക്ക് കിട്ടുകയാണ്. പരാസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ആണ് ഇത് വികസിപ്പിച്ചെടുത്തേക്കുന്നത്. DRDOയുടെ ചെസ് ലബോറട്ടറി, DRDO ഈ ഇലക്ട്രോണിക് വാർഫെയർ, അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഇലക്ട്രോണിക് വാർഫെയർ അതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ചെസ് ലബോറട്ടറി. അപ്പോൾ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് പരാസ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഈ ദ റേ സ്ട്രൈക്ക് 9 എന്ന് പറയുന്ന സംഗതി. ദ റേ, ആ പേരിൽ തന്നെ അതുണ്ട്. നമ്മൾ ഈ ഹോളിവുഡ് സ്റ്റാർ വാർ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഈ എക്സ്റേ പോലെയുള്ള ആയുധങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതേപോലെ ഉള്ളൊരു സംവിധാനമാണ് ദ റേ സ്ട്രൈക്ക് 9. ചുരുക്കി പറഞ്ഞാൽ ഈ സംഗതി ഉപയോഗിക്കുന്നത് നമ്മുടെ ഡ്രോണുകളുണ്ടല്ലോ. ഈ ഡ്രോണുകളെ സാധാരണഗതിയിൽ നമ്മൾ മിസൈലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതേപോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചോ വെടിവെച്ചിട്ടോയാണ് നമ്മൾ കീഴ്പ്പെടുത്തുക. പക്ഷേ ഇവിടെ ദ റേ സ്ട്രൈക്ക് 9 എന്ന് പറയുന്ന സംഗതി ഉപയോഗിച്ച് ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ദ റേ എന്നുള്ളത് പറഞ്ഞാൽ, ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് അത് അത്യന്താധുനിക ആയുധങ്ങൾ ഘടിപ്പിച്ച വിലയേറിയ ഡ്രോണുകളുമുണ്ട്, നിസാര വിലയ്ക്ക് തയ്യാറാക്കപ്പെടുന്ന ഡ്രോണുകളുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ നിരവധിയായ ഡ്രോണുകൾ നമ്മുടെ അതിർത്തിയിലേക്ക് അയച്ചിരുന്നു. അതിൽ കുറേയൊക്കെ വില കുറഞ്ഞ നിരീക്ഷണ ഡ്രോണുകളായിരുന്നു. അപ്പോൾ അതിങ്ങോട്ട് അയക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിലയേറിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ആകാശ് മിസൈല്, S-400, അതേപോലെയുള്ള അത് വളരെ കോടികൾ വിലമതിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. അപ്പോൾ ഇത്തരം സംഗതികൾ, ഇത്തരം വില കുറഞ്ഞ ഡ്രോണുകൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അത് ഡ്രോണുകൾ എന്ന് കരുതി നമ്മുടെ ഇത്തരം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, വലിയ സാമ്പത്തിക നഷ്ടം നമുക്കുണ്ടാകും. അപ്പോൾ അതൊരു യുദ്ധതന്ത്രവുമാണ്. നമ്മുടെ ഇത്തരം പടക്കോപ്പുകൾ അതില്ലാതാക്കാൻ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഡ്രോണുകളെ തുരത്താൻ, വില കുറഞ്ഞ ഡ്രോണുകളെ തുരത്താൻ സമാനമായ രീതിയിൽ ചെലവ് കുറഞ്ഞ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിലേക്കായിട്ടുള്ളൊരു മുതൽക്കൂട്ടാണ് ദ റേ സ്ട്രൈക്ക് 9. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേസർ സംവിധാനമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇപ്പം മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെല്ലാം അതിലൊരു ആയുധം നമ്മൾ റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ വെടിയുണ്ട, അല്ലെങ്കിൽ അതിനെ തുരത്താൻ ഉപയോഗിക്കുന്ന മിസൈൽ സംവിധാനം ഉപയോഗിക്കണം. അപ്പോൾ അതിന് സാമ്പത്തിക ചെലവുണ്ട്, വലിയ രീതിയിലുള്ള പണച്ചെലവുണ്ട്. പക്ഷേ ഈ ദ റേ സ്ട്രൈക്ക് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ബീം പുറപ്പെടുവിച്ചാണ് അതിനെ തകർക്കുന്നത്. അപ്പോൾ അത് ആ ആൻറ്റി ഡ്രോൺ, ആൻറ്റി മിസൈൽ ടെക്നോളജി എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ്. അതുകൂടാതെ ഇത് പ്രകാശത്തിൻ്റെ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായതുകൊണ്ട് തന്നെ നമ്മുടെ മേഖലയിലേക്ക് കടന്നു കയറുന്ന ആളില്ലാ വിമാനങ്ങളെയോ അല്ലെങ്കിൽ റോക്കറ്റുകളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രോണുകളെയൊക്കെ തുരത്താൻ പര്യാപ്തമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇത് ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അതോടൊപ്പം ഇതിൻ്റെ പ്രവർത്തന ചെലവ് താരതമ്യേന മറ്റുള്ള പ്രതിരോധ സംവിധാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ് എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ ഇതിൻ്റെ സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അവരാണ് ഈ ലേസർ സാങ്കേതിക വിദ്യയിൽ അഗ്രഗണ്യരായിട്ടുള്ളവർ. പക്ഷേ നമുക്ക് അവരെ ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. കാര്യം ഈ സംഗതികളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ചെലവ് വളരെ കുറവാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ ഇലക്ട്രോണിക് വാർഫെയറിൽ നമ്മൾ നടത്തുന്ന ശ്രദ്ധേയമായ മറ്റൊരു ചുവടുവെപ്പാണ് ആൽഫ എസ് എന്ന് പറയുന്ന ഒരു സംഗതി. അത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ആളില്ലാ വിമാനമാണ് എന്ന് കരുതുക. ഇപ്പോൾ നമ്മുടെ ഫൈറ്റർ ജെറ്റുകളുണ്ടല്ലോ, ഇപ്പോൾ സുഖോയ് ആണെങ്കിലും ശരി, റഫേൽ ആണെങ്കിലും ശരി, ശത്രുവിൻ്റെ വ്യോമ മേഖലയിൽ കടന്നു കയറി അവരുടെ ലക്ഷ്യം ഭേദിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും അതിന് സാധിക്കുകയും ചെയ്യാം. പക്ഷേ അതിനൊരു വലിയ രീതിയിലുള്ള ഒരു അപകട സാധ്യതയുണ്ട്. കാര്യം ഈ വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് നിയന്ത്രിക്കുന്ന പൈലറ്റിൻ്റെ ജീവനെ അത് ബാധിക്കുന്ന പ്രശ്നമാണ്. പിന്നെ
ഒരു ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശതകോടികൾ വില വരുന്ന ഒരു സംഗതിയുമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഈ ആൽഫ എസ് എന്ന് പറയുന്ന ഒരു സംഗതി. അതൊരു ആളില്ല വിമാനമാണ്. ഈ സംഗതി പറന്നു ചെന്ന് ലക്ഷ്യത്തേക്ക് അവിടെ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു യുദ്ധോപകരണം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇനി വ്യോമസേനയെ സംബന്ധിച്ച് വരുന്ന ഒരു നിർണായക അപ്ഡേറ്റ് തേജസ് യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ചാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് വിമാനങ്ങളുടെ തേജസ് ആദ്യ ബാച്ച് ഏതാണ്ട് 36 എണ്ണം മാത്രമാണ് നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ളത്. അതിൽ അപകടങ്ങളൊക്കെ പറ്റി ഏതാണ്ട് 32 എണ്ണം മാത്രമാണ് ഇപ്പോൾ ഓപ്പറേഷണൽ കപ്പാസിറ്റിയിൽ ഉള്ളത്. പിന്നെ നമ്മൾ തേജസിൻ്റെ മാർക്ക് 1 MK1 എന്ന സീരീസിൽപ്പെട്ട വിമാനങ്ങൾക്ക് 2021-ലും 2025-ലും നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് വ്യോമസേന കരാർ കൊടുത്തിരുന്നു. 2021-ൽ ഏതാണ്ട് 83 വിമാനങ്ങൾ 48,000 കോടി രൂപയ്ക്കും 2025-ൽ 97 വിമാനങ്ങൾ 62,370 കോടി രൂപയ്ക്കുമാണ് കരാർ കൊടുത്തത്. അപ്പോൾ ഇത് പ്രകാരം മൊത്തം 180 മാർക്ക് 1 തേജസ് വിമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ അതിൻ്റെ ഡെലിവറി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ വ്യോമസേന പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം, അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തരുന്ന വിവരങ്ങൾ പ്രകാരം 5 വിമാനങ്ങൾ ഡെലിവറിക്ക് സജ്ജമായിട്ടുണ്ട്. പൂർണ്ണ സജ്ജമായി അതിൻ്റെ എല്ലാ തരം പരിശോധനകൾ പൂർത്തിയായി 5 വിമാനങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് വരുന്ന ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ വ്യോമസേനയുടെ ഭാഗമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വിവരം. അപ്പോൾ എന്തുകൊണ്ട് ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇത്ര കാലതാമസം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അമേരിക്ക ഒരു വലിയ ഘടകമാണ്. കാരണം ഈ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് തദ്ദേശീയമായി നിർമ്മിക്കുന്ന യുദ്ധവിമാനമാണ്. പക്ഷേ അതിൻ്റെ എൻജിൻ ആ സാങ്കേതിക വിദ്യയിൽ നമുക്ക് വേണ്ട രീതിയിൽ മെച്ചപ്പെട്ട് വരാൻ സാധിച്ചില്ല. നമുക്ക് സ്വന്തമായി കാവേരി 2.0 എന്ന പേരിൽ സ്വന്തമായൊരു വിമാന എൻജിൻ നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ആ എൻജിന് ഒരു പുതിയ തലമുറയിലെ യുദ്ധവിമാനത്തിന് ആവശ്യമായ ത്രസ്റ്റ്, പ്രവേഗം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദേശ കമ്പനിയായ അമേരിക്കൻ കമ്പനിയായ GE എന്ന് പറയുന്ന കമ്പനിയെ ആശ്രയിക്കേണ്ടി വന്നു. അവരുടെ 404 എന്ന സീരീസിൽപ്പെട്ട എൻജിനായിരുന്നു വേണ്ടത്. പക്ഷേ ഈ എൻജിൻ നമ്മുടെ ആവശ്യത്തിന് കിട്ടിയില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാക്കാൻ ഈ GE എന്ന് പറയുന്ന കമ്പനി സന്നദ്ധമായില്ല. സമീപകാലത്താണ് അവിടെ നിന്നുള്ള എൻജിനുകളുടെ വരവ് സുഗമമാകാൻ തുടങ്ങിയത്. അപ്പോൾ നിലവിൽ നമ്മൾ ഇത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പ്ലാന്റിൽ ഒരു വർഷം 24 വിമാനങ്ങൾ, നാസിക്കിലെ പ്ലാന്റിൽ ഒരു വർഷം 24 വിമാനങ്ങൾ വരെ നിർമ്മിക്കാനായിട്ടുള്ള അസംബ്ലി യൂണിറ്റൊക്കെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ വിമാനങ്ങളുടെ എൻജിൻ കൃത്യമായി കിട്ടുന്ന പക്ഷം നമ്മളതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും തേജസ് മാർക്ക് 1 എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള വിമാനം കൂടിയാണ്. അതിന് എയ്സ റഡാറും ഇലക്ട്രോണിക് വാർഫെയറും അടക്കമുള്ള സംഗതികളൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് അത്യന്താധുനിക തലത്തിൽ ഉള്ള അതായത് തേജസിൻ്റെ നിലവിൽ നമ്മുടെ വ്യോമസേനയുടെ ഭാഗമായിരിക്കുന്ന വിമാനങ്ങളെക്കാൾ സാങ്കേതികമായി ഒരുപാട് അപ്ഡേഷനുകളൊക്കെ വരുത്തിയ നിലയിലാണ് ഈ മാർക്ക് 1 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ കാത്തിരിപ്പ് നീളുന്നത് സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം നമ്മുടെ വ്യോമസേനയിലെ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അത് നമ്മൾ കൊണ്ടെത്തിക്കുന്ന സാഹചര്യം, പ്രതിസന്ധി വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് തേജസ് മാർക്ക് 1ൻ്റെ കാര്യത്തിൽ നിർണായകമായ അപ്ഡേറ്റ് വരുന്നത്. അപ്പോൾ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിനുള്ളിൽ നമുക്കത് പൂർണ്ണമായി വീണ്ടും കിട്ടും. 180 മാർക്ക് 1 ശ്രേണിയിൽപ്പെട്ട 180 വിമാനങ്ങളാണ് കിട്ടേണ്ടത്. അതിനുശേഷം മാർക്ക് 2വിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അതിന് കുറേ കൂടി സാങ്കേതികമായി മെച്ചപ്പെട്ട തരത്തിലായിരിക്കും ആ വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി ഈ മാർക്ക് 1ൻ്റെ പൂർണ്ണമായ നിർമ്മാണവും അതിൻ്റെ ഡെലിവറിയും പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക അപ്ഡേറ്റുകൾ വരുന്നു. ഏതായാലും പുതിയ ഈ 3 ആയുധങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് കരുതാം.